നമസ്കാരം. ഇന്ന് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോറിൻ ബോഡി ഇഞ്ചക്ഷനെ പറ്റിയാണ്. അതായത് കുഞ്ഞുങ്ങൾ എഡിബിൾ അല്ലാത്ത സാധനങ്ങൾ കഴിക്കുന്നതിനെ പറ്റിയാണ്. പ്രത്യേകിച്ച് അവധിക്കാലത്ത് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് ശ്വാസം മുട്ടലുണ്ടോ എന്ന് നോക്കുക, തുപ്പൽ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ എന്ന് നോക്കുക, വയറിന് വേദന ഉണ്ടാവുമെന്ന് നോക്കുക. ഇങ്ങനെ ഏതെങ്കിലും ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. ഒരു എക്സ്റേ ആയിരിക്കും സാധാരണ ഇതിൽ ആദ്യം എടുക്കുന്നത്. മിക്കവാറും ഏത് ഒബ്ജക്റ്റ് ആയാലും എക്സ്റേയിൽ മനസ്സിലാക്കാനും സാധിക്കും. ചില സാധനങ്ങൾ മാഗ്നറ്റിക് സാധനങ്ങളായിട്ടുള്ളത് കുടലിനെ തന്നെ പരസ്പരം ഒട്ടിച്ച് കുടലിനെ തന്നെ അഡ്ഹേഷൻസ് എന്ന് പറയും, പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ചാൻസ് ഉണ്ട്. 2, ബട്ടൺ ബാറ്ററീസ് ആണെങ്കിൽ ലീക്ക് ചെയ്ത് പോയിട്ട് സുഷിരങ്ങൾ പെർഫറേഷൻസ് ഉണ്ടാക്കാനായിട്ട് ചാൻസ് ഉണ്ട്. എന്നാൽ ചില ന്യൂട്രൽ സാധനങ്ങൾ, ഇപ്പം പ്ലാസ്റ്റിക് ആയാലോ ഗോലി ആയാലോ ചില മെറ്റൽ ബോൾസ് ആയാലോ ഒക്കെ വലിയ പ്രശ്നങ്ങളില്ല. എന്നിരുന്നാലും എന്തെങ്കിലും ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണിക്കണം. പക്ഷേ ഏർലി റിമൂവലും നല്ലതാണ്. അത് ചെയ്യുന്നത് എൻഡോസ്കോപ്പിക് വഴിയാണ്. മിക്കവാറും പീഡിയാട്രിക് ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് എൻഡോസ്കോപ്പിക് റിമൂവലും ഇതും ചെയ്യാറുണ്ട്. ട്യൂബ് കടത്തി, വായിൽ കൂടെ ഒരു ട്യൂബ് കടത്തിയിട്ട് റിമൂവ് ചെയ്യുന്ന രീതിയാണ് എൻഡോസ്കോപ്പിക് റിമൂവൽ എന്ന് പറയുന്നത്. ഈ അറിവ് എല്ലാവർക്കും പകർന്നു കൊടുക്കുക. നന്ദി.